സ്ത്രീയും പുരുഷന്മാരും സമന്മാരാണെന്ന വാദം അംഗീകരിക്കില്ലെന്ന് സമസ്ത നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ. സൃഷ്ടിയുടെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല. രണ്ടുപേർക്കും വ്യത്യസ്ത കഴിവുകളുണ്ട്. സ്ത്രീകൾ പരിഗണന അർഹിക്കുന്നുണ്ട്. സ്ത്രീയെയും പുരുഷനെയും കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടാണ് കാന്തപുരം പറഞ്ഞതെന്നും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ വിശദീകരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല എന്ന് PMA പറഞ്ഞിരുന്നു. ആ ഒരു നിലപാടിനെ, പ്രതികരണത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തുല്യത എന്ന് പറയുമ്പോൾ സൃഷ്ടിപരമായ വൈജാത്യം രണ്ടു വിഭാഗത്തിനുണ്ട്. പുരുഷന്മാർ വേറെ, സ്ത്രീകൾ വേറെ. സ്ത്രീയും പുരുഷനും തുല്യനാണോ എന്ന ഒറ്റ ചോദ്യത്തിന് നീതിയുടെ കാര്യത്തിൽ തുല്യരാണെന്നും സൃഷ്ടിപ്പിലും അതുപോലുള്ള പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ മേഖലയിലുമൊന്നും അവർക്ക് പുരുഷനെ പോലെ ആകാൻ സ്ത്രീക്ക് കഴിയില്ല എന്നതും സ്ത്രീയെ പോലെ ആകാൻ പുരുഷനും കഴിയില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ കഴിവുണ്ട്, പുരുഷന് പുരുഷൻ്റെതായ കഴിവുണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. AP വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള കാന്തപുരം പറഞ്ഞൊരു പ്രസ്താവനയും സമീപകാലത്ത് ആ രീതിയിൽ വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ വസ്തുതയാണ്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറയുന്ന വിഷയം അവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ഈ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ആളുകൾ മാത്രമേ അംഗീകരിക്കേണ്ടതുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് സ്ത്രീയും പുരുഷനും കുറിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ്. ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ലീഡ് ചെയ്യുന്നതും മുസ്ലിം ലീഗിനെ ലീഡ് ചെയ്യുന്നു ഒബ്വിയസ്ലി. അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെ അദ്ദേഹം അർഹനാണ്. കോൺഗ്രസ് സമ്മതിച്ചാൽ അതിന് സാധിക്കുമെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യനാണ് എന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. കഴിവ് ആരുടെ കഴിവ് നമുക്ക് അംഗീകരിക്കാമല്ലോ. അദ്ദേഹം അതിൻ്റെ റോള്, അതായത് സമുദായത്തെ ഒന്നിച്ചു നിർത്തുന്നിടത്ത് അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയുന്ന റോൾ അദ്ദേഹം വഹിക്കാറുണ്ട്. വളരെ വിശദമായി ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ടൂരാണ് നമ്മളോട് സംസാരിച്ചത്. സമകാലിക വിഷയങ്ങളിൽ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹം നമ്മളോട് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷിപ്പു CS റെപ്പോർട്ടർ മുബഷിർ P അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം. മുബഷിർ P അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ, ഇപ്പോൾ പൂക്കോട്ടൂരിന്റെ വിശദീകരണം കേൾക്കുകയായിരുന്നു. കാന്തപുരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് അല്ലേ പൂക്കോട്ടൂർ? തീർച്ചയായും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ PMA കഴിഞ്ഞ ദിവസം സ്ത്രീ പുരുഷ തുല്യതയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ വളരെയധികം ചർച്ചയായിരുന്നു. അതിൽ PMA പറഞ്ഞിരുന്നത് സ്ത്രീയും പുരുഷരും തുല്യരല്ല എന്നുള്ളതായിരുന്നു. അതിനെതിരെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ PMA അതുപോലെ തന്നെ കാന്തപുരത്തെയും പിന്തുണച്ചുകൊണ്ട് സംസ്ഥയുടെ EK വിഭാഗം യുവജന നേതാവായിട്ടുള്ള അബ്ദുൽ സമദ് പൂക്കോട്ടൂർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. സ്ത്രീയും പുരുഷരും തുല്യരല്ല എന്നൊരു വാദത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സൃഷ്ടിയിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ തന്നെ കാണാൻ സാധിക്കും. തുല്യനീതിയാണ് ആവശ്യം, അതിനുവേണ്ടിയാണ് ശബ്ദമുയർത്തേണ്ടത്. കാന്തപുരം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മത സമുദായ സംഘടനയുമായി ബന്ധപ്പെട്ട അനുയായികളോടാണ്. അനുയായികളോട് പറഞ്ഞ കാര്യത്തിൽ എന്തിനാണ് ബാക്കിയുള്ളവർ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊരു ചോദ്യമാണ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചില ആളുകളൊക്കെ തന്നെ ശ്രമം നടത്തുന്നൊരു വിമർശനവും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തുല്യനീതി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പലതരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായ പരിഗണന കൺസിഡറേഷൻ തന്നെയാണ്. പൂക്കോട്ടൂർ വീണ്ടും കാന്തപുരത്തെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. മുബഷിർ P അക്ബറാണ് നമുക്കൊപ്പം ചേർന്നത്.